ഒരു ജന്മസാഫല്യമെന്നോ ചരിത്ര ദൌത്യമെന്നോ ഒക്കെ വിശേഷിപ്പിക്കാവുന്ന മയക്കുമരുന്നിനെതിരെയുള്ള വളരെ ആസൂത്രിതവും സംഘടിതവുമായ ഒരു വേട്ടയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കേരളത്തിൽ ഇന്ന് നടക്കുന്ന തൂഫാനുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ബഹുമാന്യനായ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല രാവിലെ ബാംഗ്ലൂരിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ഔപചാരികമായി ആ ഫ്ലൈറ്റിൽ ഞാനും ഉണ്ടായിരുന്നു. സാധാരണ ബാംഗ്ലൂരിലേക്കോ അതുപോലെയുള്ള സ്ഥലങ്ങളിലേക്കോ ഒക്കെ എന്തെങ്കിലും അനൌദ്യോഗിക പരിപാടികൾ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് എത്തുമ്പോൾ ഈ തിരക്കുകൾക്കെല്ലാം ഇടയിൽ അദ്ദേഹം ബാംഗ്ലൂരിലേക്ക് എത്തിയത് ഈ തൂഫാനുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്ക് വേണ്ടിയാണ് എന്നറിഞ്ഞപ്പോൾ എത്രത്തോളം ആത്മാർത്ഥതയോടെയാണ് അദ്ദേഹം ഈ വിഷയത്തെ സമീപിക്കുന്നതെന്നും അതിനോട് താല്പര്യം കാണിക്കുന്നതെന്നും എനിക്ക് ബോധ്യപ്പെടുകയുണ്ടായി. അതെനിക്ക് മാത്രം ബോധ്യപ്പെടുന്നൊരു കാര്യമല്ല. ഇന്ന് അതിന്റെ പേരിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങുകളിലേക്കൊക്കെ ആരും ക്ഷണിക്കാതെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ എത്തിയേറുന്നത്, സ്ത്രീകൾ ഒത്തുചേരുന്നത്, എല്ലാ ദിവസവും ഇതിന്റെ വിവരങ്ങൾ ശേഖരിക്കുന്നതും ഒക്കെ ആ പരിപാടിയുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു മാറ്റത്തെക്കാൾ ഉപരി വലിയൊരു പ്രതീക്ഷയുടെ വല്ലാതങ്ങിനി എന്താണ് ഇത്, ആരാണിത് ടേക്കപ്പ് ചെയ്യുക, ഇത് സാധ്യമാണോ, എവിടെയെങ്കിലുമൊക്കെ സ്കൂളുകളിൽ നടക്കുന്ന ചില്ലറ ബോധവൽക്കരണ പരിപാടികൾക്കപ്പുറത്ത് ഇനി ഇത് സാധ്യമാണോ എന്ന് വിശ്വസിച്ചിരുന്നിടത്തുനിന്നാണ് ഇത് സാധ്യമാണ്, അത് നയിക്കാൻ ഞങ്ങളുണ്ട് എന്ന നിലയിൽ ആഭ്യന്തര വകുപ്പിനെ സജ്ജമാക്കി അതിന്റെ മുന്നിൽ നിന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ നയിക്കുന്നത്. നമുക്ക് സാധാരണ ഈ പോലീസിലൊക്കെ നർക്കോട്ടിക് സെൽ എന്നൊക്കെ പറഞ്ഞ അതിനൊരു ഡിവൈഎസ്പി ഒക്കെ പേരിനു വേണ്ടി പലയിടത്തും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതിനപ്പുറത്ത് സുസജ്ജമായ ഒരു സംവിധാനം ഉണ്ടാക്കി. അദ്ദേഹം യാത്രക്കിടയിൽ കേരളത്തിലൊക്കെ വെച്ച് അദ്ദേഹത്തെ കിട്ടുക, സംസാരിക്കുക അസാധ്യമാണ്. ഏറ്റവും കൂടുതൽ ആൾക്കൂട്ടം കൂടി നിൽക്കുന്ന ഓഫീസുകളിലൊന്നാണ് അദ്ദേഹത്തിൻ്റെത്. കാരണം രമേശ് ചെന്നിത്തലയ്ക്ക് കേരളത്തിലെ എല്ലാ വാർഡുകളിലും ഒരു പരിചയക്കാരുണ്ടാവും. പക്ഷേ ഇപ്പോൾ യാത്രക്കിടയിലായതുകൊണ്ട് അദ്ദേഹം അതിന്റെ ഓരോരോ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. അദ്ദേഹം പറയുകയായിരുന്നു, ഈ ഒരു ചെറിയ കാലയളവിന് ഇടയിൽ 40 കോടി രൂപയുടെ മയക്കുമരുന്നാണ് വേട്ട നടത്തിയത്. കൂൾലിപ്പ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ഗുളിക, ഒരു പ്രത്യേകതരം മിഠായി, അത് വ്യാപകമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല MDMA ഉണ്ടാക്കുന്ന ലാബുകൾ 7-8 എണ്ണം ബാംഗ്ലൂർ ടൗണിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോ അവിടുത്തെ കാര്യം ഫലപ്രദമായി നിയന്ത്രിക്കണമെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളുമായി ഉണ്ടാകേണ്ട, പ്രത്യേകിച്ച് ബാംഗ്ലൂർ പോലെയുള്ള 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധമുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ബഹുമാന്യനായ DK ശിവകുമാറിന്റെ സമയമെടുത്തുകൊണ്ട് അദ്ദേഹം ചർച്ചയ്ക്കായി ഇവിടെ എത്തിയത്. സത്യം പറഞ്ഞാൽ അദ്ദേഹം ആ യാത്രയ്ക്കിടയിൽ പങ്കുവച്ചതും ഇനി ചെയ്യാനിരിക്കുന്നതുമായ കാര്യം കേട്ടപ്പോൾ ഇത് പൂർണ്ണമായും ഇല്ലാതായില്ലെങ്കിലും, നമ്മൾ സാധാരണ പറയുമല്ലോ, വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ചൊഴുകി വരുന്നു, എല്ലാവരും അത് കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നോക്കി നിൽക്കെ കുറച്ച് കല്ലുകൾ എടുത്തെങ്കിലും അതിലേക്ക് എറിയുമ്പോൾ അതിന്റെ വേഗതയൊന്ന് തടസ്സപ്പെട്ടാൽ, ഒന്ന് കുറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു നിമിഷം ഒന്ന് നിശബ്ദമായാൽ അത്രയുമെങ്കിലും ആയല്ലോ എന്ന് പറയുന്നത് പോലെ ഒരു 4-5 വർഷത്തെ ഈ ഇന്റർവെൻഷൻ കൊണ്ട് ഒരു തലമുറയെങ്കിലും, ആ സമയത്ത് പാകമാകുന്ന ഒരു തലമുറയെങ്കിലും ഇതിൽ നിന്നങ്ങ് മറികടന്ന് ഒരു 15-ൽ നിന്നും 20-ലേക്കോ 18-ൽ നിന്നും 23-ലേക്കോ അല്ലെങ്കിൽ 20-ൽ നിന്ന് 25-ലേക്കോ ഒക്കെ എത്തിച്ചേർന്ന് ജീവിതത്തിന്റെ ഒരു ഉത്തരവാദിത്വത്തിലേക്ക് എത്തിച്ചേർന്നാൽ അത് മറികടക്കാനാവും എന്ന ഒരു അത്രയുമെങ്കിലും ഒരു നന്മ ഇതുകൊണ്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഏതായാലും അദ്ദേഹത്തിന്റെ ഈ ഏറ്റവും ആത്മാർത്ഥമായ ഈ ദൗത്യത്തിന് എല്ലാവിധമായ ആശംസകളും നേരുന്നു. ഒപ്പം ഉണ്ടായിരുന്നതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. ഇനി അദ്ദേഹം കേരളത്തിൽ മുഴുവൻ ഇതിന്റെ ചുമതലയിൽ മാത്രം ഡിവൈഎസ്പിമാരെയും സംവിധാനവും ഉണ്ടാക്കാൻ പോകുന്നു എന്ന് മാത്രമല്ല, അവർക്ക് ആധുനിക രീതിയിലുള്ള പുതിയ വാഹന സൗകര്യം, ജീപ്പുകൾ ഒക്കെ അടക്കമുള്ളവ നൽകി സുസജ്ജമാക്കി ഈ ദൗത്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്.